സോ ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6-ന്റെ 70ാമത്തെ എപ്പിസോഡ് അവിടെ തുടങ്ങിയായി. സോ ഇനി 30 ദിവസങ്ങൾ മാത്രമാണ് സീസൺ 6-ന്റെ അവസാനം കാണാനായിട്ട്. സോ ആൻഡ് ഫാമിലി വീക്കും അവിടെ കഴിഞ്ഞു. ഫാമിലിയുടെ ആ ഒരു ദിവസവും കഴിഞ്ഞ് എല്ലാ ഫാമിലിയും വന്നു കഴിഞ്ഞു. അവസാനമായി വരേണ്ട 2 ഫാമിലി ആയിരുന്നു. അതിൽ ആദ്യത്തെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ ജാഫർ ആൻഡ് സാഹില എന്നല്ലേ പേര് പറഞ്ഞത്, യെസ്, നമ്മുടെ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും എത്തിക്കഴിഞ്ഞു. വളരെ രസകരമായിട്ടുള്ള ഒരു വരവായിരുന്നു. കാരണം കാത്തിരുന്ന വരവ്, ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്തിരുന്ന ഇവർക്ക് രണ്ടുപേർക്കുമാണ്, അതായത് ജാസ്മിനും റസ്മിനും. കാരണം ഇവർ തമ്മിലൊരു തല്ലുണ്ടാക്കി ഫിസിക്കൽ അസോൾട്ടൊക്കെ വന്നതിൻ്റെ ഇഷ്യൂവിൽ ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് ഇവരുടെ ഫാമിലി ഒരുമിച്ച് കൊണ്ടുവന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് TRP ഒക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അത്രയും TRP ഉണ്ടാവില്ല എനിക്ക് അറിയില്ല, ബട്ട് നോർമൽ ഉള്ള ഒരു TRP റേറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാകാം. കാരണം ജാസ്മിനാണല്ലോ മുഖ്യധാരയിൽ നിൽക്കുന്നത്. സോ ജാസ്മിൻ്റെ അച്ഛൻ വന്നു, അമ്മ വന്നു. അദ്ദേഹം ആദ്യമേ വന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് റൂം കാണണം, അതാണ് മെയിൻ ഉദ്ദേശം. വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരുടെ ഒപ്പം സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു. ആൻഡ് നമ്മുടെ സായിയുടെ മുമ്പിലും സംസാരിച്ചു. കാരണം സായി പുറത്ത് കുറേ ബഹളങ്ങളൊക്കെ വെച്ചിട്ടാണ് അകത്ത് വന്നത്. നമ്മുടെ ജാസ്മിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റിവിറ്റി, ആ ബ്ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ആക്ഷേപിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ദേഷ്യവും വിഷമവും ആ ഒരു ഇഷ്യൂസൊക്കെ ഇവരുടെ ഫാമിലിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പക്ഷേ ആ ഒരു മുഖത്ത് അങ്ങനത്തെ ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കണ്ടില്ല. വളരെ ലോജിക്കലായിട്ട്, വളരെ നാച്ചുറലായിട്ട്, വളരെ മെച്യൂർഡായിട്ടുള്ളൊരു അച്ഛൻ അമ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അച്ഛൻ വരുന്നു, റൂമിൽ കയറിയിട്ട് മോളെ ഞാൻ നിനക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്, ഈ മാല എടുത്തിടാൻ പറയുന്നു. മാല ഇട്ട് കഴിഞ്ഞിട്ട് മോളെ ഒന്നും പറയണ്ട, മോളുടെ കഴുത്തിലുള്ള മാല ഇങ്ങ് എടുക്കാൻ നൈസായിട്ട് പറയുന്നു. അയ്യോ ഉപ്പ വാപ്പ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ മോളൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, മോളെ ഊരിക്കോളൂ എന്ന് പറയുന്നു. പക്ഷേ ജന്മം ചെയ്ത് അവൾ ഊരത്തില്ല. കാരണം ഗബ്രി ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ. സോ അവളത് ഊരിയില്ല. ബട്ട് അവരുടെ അച്ഛൻ തന്നെ നൈസായിട്ട് അങ്ങ് ഊരി എടുത്ത് മാറ്റി. എന്നിട്ട് ഞാനിത് സ്റ്റോർ റൂമിൽ വെക്കും എന്ന് പറഞ്ഞു. സ്റ്റോർ റൂമിലൊന്നും വെക്കത്തില്ല, പുള്ളി കത്തിമനെ കക്കൂസിൽ വലിച്ചെറിയണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കാമെന്ന് പറഞ്ഞു. ആൻഡ് അതേ ഒരു നർത്തത്തിൽ പുള്ളി നൈസായിട്ട് നമുക്ക് അടുത്ത റൂമിലും പോവാം. കാരണം നീ കിടന്ന് കരയുന്ന റൂമുണ്ടല്ലോ, അവിടെ അവൻ്റെ ഫോട്ടോ ഉണ്ട്. അവിടെ ആദ്യമേ നോക്കി നമ്മുടെ ഫാമിലി ഫോട്ടോയാണ്, അതായത് ജാസ്മിൻ അച്ഛനും അമ്മയും അനിയനും ഉള്ള ഫാമിലി ഫോട്ടോ. മോളെ ഇവിടെ ഫോട്ടോ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ഫോട്ടോയുടെ ഒരു ആവശ്യമില്ല. ഞാൻ മോളെ ഈ ഫോട്ടോ അദ്ദേഹം ചുരുട്ടിക്കേട്ടി അതും സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി. അത് രണ്ടും കൊണ്ട് ഒരു നടത്തമുണ്ട് അദ്ദേഹത്തിൻ്റെ, അത് അടിപൊളി നടത്തുമായിരുന്നു. ആളുകൾ ചോദിച്ചു, ഋഷിയെ ചോദിച്ച് എന്താണിത്? ഇത് ഫോട്ടോയാണ്, ഇനി ആവശ്യമില്ല, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അവൾ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചോളും. അതാണ് ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് നമ്മുടെ അൻസിബയോടും അങ്ങനെ പറയണ്ടായി. ഇത് ഗെയിമാണ് കളിക്കേണ്ടത്, അല്ലാതെ ഈ അളിഞ്ഞ ഫോട്ടോ നോക്കിയിരിക്കേണ്ടതല്ല. എൻ്റെ ദൈവമേ, ആ ഗബ്രിയുടെ കുടുംബം ഇത് എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവർക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഗബ്രി വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം, അതായത് നമ്മുടെ ജാസ്മിൻ്റെ അച്ഛനുള്ള സമയത്ത് ഗബ്രി അവിടെ ഉണ്ടായിരിക്കണം. ഒന്നും പറയത്തില്ല, മോനെ നല്ലതാണ്, ഗെയിമായിട്ട് കളിക്ക്, നീ ഒറ്റയ്ക്ക് കളിക്കുക, അവൾ ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. മേ ബി എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയത്തില്ല. കാരണം ഗബ്രി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ പുറത്തൊക്കെ സേഫാണ്, നീ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൻഡ് അവർ വളരെ നോർമലായിട്ടുള്ള ഒരു ലാൻഡിങ് സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കാണ് ബിഗ് ബോസ് പറയുന്നത് ഒരു സ്റ്റാച്യു ഗെയിം കളിക്കാം. അത് റസ്മിനോട് പറയുന്നു. റസ്മിനാണ് അതിനകത്ത് സ്റ്റാച്യു ഗെയിം കളിക്കാനായിട്ട് പറഞ്ഞത്. എല്ലാവരോടും സ്റ്റാച്യു കളിക്കുന്നു, പലരും സ്റ്റാച്യു നിൽക്കുന്നു. ജിൻഡു, അഭിഷേക്, സിജു, സായി, എല്ലാവരും. സായി സ്റ്റാച്യു ആയില്ല, യെസ്, ബാക്കിയുള്ളവരും. അപ്പം അങ്ങനെ എല്ലാവരും സ്റ്റാച്യു ആയി നിൽക്കുന്നു. അത് വളരെ രസകരമായി പോയി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു ഇനിയും റസ്മിൻ സ്റ്റാച്യു എന്ന് പറയുന്നു. ആ സമയത്ത് റസ്മിൻ്റെ അനിയനും, അനിയനല്ലേ, അനിയനോ ചേട്ടനാണോ, എന്തായാലും ബ്രദർ എന്ന് പറയാം. ഓക്കെ, ബ്രദറും ഉമ്മയും വന്നു. അവരും വലിയ സന്തോഷമായി. റസ്മിൻ ഇമോഷണലായി, റസ്മിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് റസ്മിൻ കരയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. റൂമിൽ വന്നിരുന്ന് റസ്മിൻ്റെ ബ്രദർ പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് നീ ആദ്യത്തെ ഒരു 2 ആഴ്ച നന്നായിട്ട് കളിച്ചു, അത് കഴിഞ്ഞിട്ട് നീ ആവശ്യമില്ലാതെ ഫ്രണ്ട്ഷിപ്പിൽ കയറി, ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കി നീ ഒറ്റയ്ക്ക് കളിക്കണം. വളരെ വാലിഡ് പോയിൻ്റാണ് അവൻ പറഞ്ഞത്. ആ പോയിൻ്റ് അവൾ കൂട്ടാക്കിയില്ല. കാരണം ആ ഒരു പ്രോഗ്രാമിനുടനീളം എനിക്ക് തോന്നുന്നത് റസ്മിൻ്റെ ബ്രദറിനോട് വലിയ താല്പര്യമില്ല. കാരണം അവനൊരു ഉപദേശിയാണ്, ആവശ്യമില്ലാതെ ഉപദേശിക്കുന്ന ഒരാളാണ്. ആകുമ്പോൾ പെങ്ങളെ ഉപദേശിക്കും, അത് അനീത്തിയാണോ അല്ലെങ്കിൽ ചേച്ചിയാണോ നോക്കേണ്ട കാര്യമില്ല. നല്ലതാണെങ്കിൽ കേൾക്കുക. ഇവർ തമ്മിൽ ഒരു രസച്ചേർച്ച ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്തിനാണ് അവനെ നീ പോയത് അന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇവനെ ഒന്ന് തഴയുന്ന പോലെ തോന്നി. കൂടുതലും സമയം അമ്മയോട് സംസാരിക്കുന്നു, ഇവൻ പറയുന്നത് കൂട്ടാക്കുന്നില്ല, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. ബാക്കി എത്ര പേർക്ക് ഉണ്ടായി എനിക്കറിയത്തില്ല. സോ അങ്ങനെ ഒരു സംസാരം പറഞ്ഞു. അവൻ ഉദ്ദേശിച്ചത് അവൻ്റെ ഒരു ദിവസം രാത്രി റസ്മിൻ ശ്രീധുവിനോട് പറഞ്ഞ ഡയലോഗ് ആയിരിക്കും ഇവൻ്റെ മനസ്സിലുള്ളത്. കാരണം ഇവൻ ഈ വാട്സപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ വരുമല്ലോ, അവന് നാണക്കേടല്ലേ, അവൻ പുറത്തിരിക്കുകയല്ലേ. ഇവിടെ 100 ദിവസം അല്ലെങ്കിൽ 70-75 ദിവസം കഴിഞ്ഞ് അവളുള്ളതുകൊണ്ട് അവളെന്തൊക്കെ കാണിക്കുന്നത് അത് അനുഭവിക്കുന്ന വീട്ടുകാരാണല്ലോ. സോ അത് ഓർത്തായിരിക്കും പറഞ്ഞത്. അങ്ങനെ
ആ ഒരു സംസാരം വന്നു. അതിന് കുറേ ടാസ്കുകളൊക്കെ വന്നു. അതായത് മാതാപിതാക്കളോടുള്ളൊരു ക്വിസ് പോലത്തെ ഒരു ടാസ്ക് വന്നു. സിജു ആയിരുന്നു അതിൻ്റെ ക്വിസ് മാസ്റ്ററായിട്ട് വന്നത്. കുറേ ടാസ്കുകൾ വന്നു. എങ്ങനെയാണ് അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടാസ്കിന് മുമ്പ് വേറൊരു ഗെയിം ഉണ്ടായിരുന്നു. അതായത് മാതാപിതാക്കൾക്ക് കുട്ടികളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ അച്ഛൻ എന്നോട് ആരാ ചോദിച്ചത്, ജിൻഡോ ആണോ സിജോ ആണോ എനിക്ക് ഓർമ്മയില്ല, ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ ഒരു സന്തോഷം കിട്ടിയത്. അപ്പം 23 വയസ്സുള്ള ജാസ്മിൻ തൻ്റെ വാപ്പിക്ക് ഒരു കാർ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ആൻഡ് അത് മാത്രമല്ല, തൻ്റെ കയ്യിലുള്ള കുറേ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് ജാസ്മിൻ സഹായിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും ഇൻസ്പയർഡായി. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്കാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു 23-ാമത്തെ വയസ്സിൽ നമ്മൾ ഡിഗ്രിയൊക്കെ പാസ്സായി PG ഒക്കെ എടുക്കണോ വേണ്ടയോ അതോ ജോലിക്ക് പോകണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണ്. അവളവിടെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെങ്കിൽ ഏബിളാണ് എന്ന് തന്നെ പറയണം. സോ അങ്ങനെ കുറേ സഹായങ്ങൾ ചെയ്ത കഥയാണ് കൂടുതലും പറഞ്ഞത്. റസ്മിൻ ഭായിയുടെ അമ്മയ്ക്കും പറയാനുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ ചേർന്ന് എനിക്കൊരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തു, ഹോണ്ട ആക്ടിവ എന്നെടുത്ത് പറഞ്ഞു. അത് എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അവരുടെ ഒരു ഫാമിലി, എനിക്ക് തോന്നുന്നു റസ്മിൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ ആക്റ്റീവാണ്. ഇനിയിപ്പോൾ നാളെ ലാലേട്ടൻ പറഞ്ഞു വിടുമോ എന്നറിയില്ല. മിക്കവാറും പറഞ്ഞു വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ റസ്മിൻ ആക്റ്റീവായി വരുന്നുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെക്കാട്ട് ആക്റ്റീവാണ് റസ്മിൻ. ഒരു പക്ഷേ PR-ൻ്റെ ഒരു കുറവുള്ളതുകൊണ്ടായിരിക്കാം മേ ബി റസ്മിൻ അധികം വോട്ട് കിട്ടാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ക്വിസ് ഒരു അത്ര വലിയ സുഖകരമായിരുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ് എന്ന് ചോദിക്കുന്ന, അപ്പോൾ അച്ഛനാണല്ലേ അമ്മയാണ്, ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ആരാണ്, സ്നേഹിക്കുന്ന ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഓരോ പ്ലക്കാർഡ്, ഹാർട്ടിൻ്റെ പ്ലക്കാർഡ് നമ്മുടെ കണ്ടസ്റ്റൻസും തൻ്റെ പേരൻസിന് കൊടുക്കുന്ന ഒരു പ്ലക്കാർഡാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലക്കാർഡ് കുറവ് കിട്ടിയത് നമ്മുടെ റസ്മിൻ്റെ അനിയനാണ്. ഇവളൊന്നും ഇവന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവൻ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. ആ ഒരു ഗെയിമെല്ലാം കഴിഞ്ഞിട്ട് വളരെ രസകരമായി ഇവർ പിരിയുന്നു. ആൻഡ് ടാറ്റ ബൈ ബൈ പറയുന്നു. നല്ല രീതിയിൽ ഗെയിം കളിക്കുക, ഒറ്റയ്ക്ക് കളിക്കുക, ആരെയും സഹായമില്ലാതെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, കപ്പുമായിട്ട് വരിക എന്ന് 2 പേരൻസും 2 കണ്ടസ്റ്റൻസിനോടും പറഞ്ഞിട്ടാണ് അന്നത്തെ ആ ഒരു കഥ അവസാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് റസ്മിൻ നമ്മുടെ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, ഇത്ര ഫാമിലി വന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല ഫാമിലി നമ്മുടെ ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സംസാരിച്ച ഫാമിലി നമ്മുടെ ആയിരുന്നു, ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉള്ള ഫാമിലി നമ്മുടെ ആയിരുന്നു. അപ്പം റസ്മിൻ പറയുന്നുണ്ട്, അത്ര ഇൻറ്റിമസി ഞാൻ അവരോട് അധികം സംസാരിച്ചൊന്നുമില്ല, ഞാൻ കുറച്ചേറെ സംസാരിച്ചുള്ളൂ, അവളായിരുന്നു തുറന്നു പറഞ്ഞു. പക്ഷേ ജാസ്മിൻ വിട്ടു കൊടുക്കുന്നില്ല. പക്ഷേ ആ ഒരു കുട്ടിത്വത്തിലും ഒരു മെച്യൂരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ അവിടെ കാണാൻ സാധിക്കും. നമ്മൾ എത്രയൊക്കെ നെഗറ്റീവും അല്ല എത്രയൊക്കെ ഡീഗ്രേഡിങ് ചെയ്യാനൊക്കെ ആളുകൾ ശ്രമിച്ചാലും ഇങ്ങനെ കുറച്ച് നല്ല പോയിൻറ്റ്സ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ജാഫ്രിക്ക് അത് അങ്കിൾ കിടുക്കി. കാരണം ആ മകളോട് വളരെ കാരണം ആ ഒരു പ്രായമാണ്, വളരെ എങ്ങനെ ഡീല് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു അബദ്ധം പറഞ്ഞു, അത് ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുകയും ചെയ്തു. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നായിരുന്നല്ലോ, അതായത് ഔട്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ ഇറങ്ങി. ജാസ്മിൻ ഔട്ടായി, ഒന്നുമില്ല. ഒരു മഴക്കാലത്ത് മഴ വന്ന സമയത്ത് നമ്മുടെ അപ്സര ആൽബി ഒന്ന് അടിച്ചു, അത് കാണിച്ചൊന്നുമില്ല. പക്ഷേ ചുമ്മാ ഔട്ടായി. അപ്പോഴാണ് ബിഗ് ബോസ് പറയടേ, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന്. പക്ഷെ അത് പറഞ്ഞതിന് തന്നോട് ഒരു വാണിംഗ് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് വിലക്കി. സോറി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ സ്റ്റോർ റൂമിൽ ആദ്യമേ എടുത്ത ഫോട്ടോയും മാലയും കൊന്തയൊക്കെയാണെന്ന് തോന്നുന്നു, അതൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് അദ്ദേഹം പോയി. അത് വളരെ മാന്യമായിട്ട് തന്നെ വെച്ചാൽ, ചിലർക്ക് ചുരുട്ടി കൂട്ടിയൊക്കെ എറിഞ്ഞ ഒരു ഷോ ഓഫാണ് കാണിക്കാൻ വന്നത്. ഒന്നും അദ്ദേഹം കാണിച്ചില്ല, വളരെ മാന്യമായിട്ട് തന്നെ അദ്ദേഹം പോയി. അത് ഒരു നോർമൽ ഫാമിലി, 2 പേരുടെ ഫാമിലി വളരെ നോർമൽ, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഫാമിലിയാണ്. വലിയ ക്യാഷ് റിച്ചോ ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള ഫാമിലി ഒന്നും ആയിരുന്നില്ല. ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി. ഒരിക്കൽ കൂടി എല്ലാവരും വന്നിട്ട് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും റസ്മിൻ ഭായിയുടെ അനിയനെ ഞാൻ കണ്ടില്ല. അവൻ ആദ്യമേ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം നിമേലിൽ ഇവരുടെ ഒരു പരിപാടി ഇങ്ങനെ വിളിച്ചേക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ പുറത്തിറങ്ങിയത്. എന്തായാലും അവൻ ഫീൽ ചെയ്തോ ഇല്ലയോ എനിക്ക് അറിയില്ല. എനിക്കങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ തോന്നി എന്നുള്ളതാണ്. ആൻഡ് എന്തായാലും നാളെ ലാലേട്ടൻ വരും. മറ്റന്നാൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയത് കാരണം നാളത്തെ ഷൂട്ടും മറ്റന്നാളത്തെ ഷൂട്ടും തിങ്കളാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റ്സിന് അടുത്ത റിവ്യൂമേ ഉടനെ കാണാം. സോ തൽക്കാലം ബൈ.